ലക്ഷക്കണക്കിന് ആരാധകർ വന്നെത്തുന്ന ആ ഒരു ക്ഷേത്ര പരിസരം സൂക്ഷിക്കുന്ന ഒരാളാണ് അവിടുത്തെ ആ ഒരു 20 രൂപയ്ക്ക് മാത്രം വൃത്തിയാക്കുന്ന ആ ഒരു വ്യക്തി. എന്നാൽ ആ ഒരു വ്യക്തിയുടെ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കുറ്റബോധം കൊണ്ടാണ് ആ ഒരു പോലീസുകാരന് മുന്നിൽ അവർ വന്നിട്ട് ഇതെല്ലാം തുറന്നു പറഞ്ഞത്. എന്നാൽ പോലീസുകാർ ചെവി കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തി പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ചെന്ന് ഇദ്ദേഹം പറയുകയാണ്. അതിനുശേഷമാണ് കാര്യങ്ങൾക്ക് ഒരു തൃപ്തമായ ഒരു ഉത്തരം കിട്ടിത്തുടങ്ങിയത്. സോ എന്താണ് ആ ഒരു വ്യക്തി പറഞ്ഞത്? ആ ഒരു വ്യക്തി പറഞ്ഞതെന്ന് വെച്ചാൽ 1965 മുതൽ 2014 വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം 400ഓളം മൃതദേഹങ്ങൾ നിസ്സാര ഒരു തുകയ്ക്ക് വേണ്ടി അവർ ആ ഒരു ധർമ്മസ്ഥലയിലെ പല സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു സംഭവത്തിന് ആസ്പദമാക്കിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. എന്നാൽ അവിടുത്തെ സൂപ്പർവൈസറാണ് തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള കുറ്റസമ്മതം നടത്തി എന്നുള്ളത് യാതൊരു കാര്യം ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല, യാതൊരു തെളിവില്ല. സോ ഈ ഒരു ശരീരം അല്ലെങ്കിൽ ഈ ഒരു മൃതദേഹം കുഴിച്ചിട്ടതിന് പിന്നിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ